എല്ലാവർക്കും പാമിസ് കിച്ചൻ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അന്നയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ഒരു കേക്ക് തയ്യാറാക്കി. ഓവനൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു ക്രീം കേക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ 1 കിലോൻ്റെ കേക്കിനുള്ള റെസിപ്പിയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 4 മുട്ടയുടെ വെള്ള ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതൊരു 15-20 മിനിറ്റോളം ഇതുപോലെ ബീറ്റ് ചെയ്യണം. ഹാൻഡ് ബീറ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഹാൻഡ് ബീറ്റർ നമുക്ക് ഇവിടെ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും, സ്റ്റീലിൻ്റെ കടയിലൊക്കെ കിട്ടും. 100 രൂപയായിട്ടുള്ളൂ ഈ ബീറ്ററിന്. അപ്പോൾ ഇത് വെറുതെ ഇതിങ്ങനെ ബീറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റോളം ഇങ്ങനെ ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് പൊന്തി വരുന്ന കാണാം. ഇത് ഇലക്ട്രിക് ബീറ്ററൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പണി തരും. നമുക്ക് ഹാൻഡ് ബീറ്റർ ആകുമ്പോൾ കുറച്ച് പണി കൂടുതൽ എടുക്കണം. പക്ഷേ വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാം. ഇതിപ്പോൾ ആദ്യം ഇത് വാങ്ങുന്ന കാശ് മാത്രമേ വരുന്നുള്ളൂ. ഇനി കേക്ക് ഉണ്ടാക്കുന്നതിന് നമുക്ക് ബീറ്റർ വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇതുപോലെ പതഞ്ഞ് നല്ല ക്രീം പരുവത്തിൽ ഇങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് പഞ്ചസാര 250 ഗ്രാം പഞ്ചസാര ഘട്ടം ഘട്ടമായിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് കൊടുത്ത് ഇത് വീണ്ടും ബീറ്റ് ചെയ്യുക. പഞ്ചസാര നന്നായിട്ട് മെൽറ്റാവണം. പഞ്ചസാരയുടെ തരിതരി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് പഞ്ചസാര നന്നായിട്ട് മെൽറ്റാവുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മുട്ടയുടെ ഉണ്ണി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു പരുവമായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മൈദയാണ്. 1 കപ്പ് മൈദ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആ മൈദയിലേക്ക് 10 ഗ്രാം ബേക്കിംഗ് പൗഡറും 10 ഗ്രാം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ടയൊക്കെ ബീറ്റ് ചെയ്തത് ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്ക് ആ മൈദ ഇതിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. മൈദയൊക്കെ നന്നായിട്ട് മിക്സായി. നമുക്കതിലേക്ക് ഒരു ചെറിയ സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിനി ഒരു 4 ഡോട്ട് റെഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് കുറച്ച് കളർ നല്ലത് വേണം തോന്നിയിട്ടാണ്. കളർ വേണ്ടവർക്ക് മാത്രം ആഡ് ചെയ്താൽ മതി. കളർ ആഡ് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നല്ല കേക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കാം കളറില്ലെങ്കിലും. അങ്ങനെ മിക്സ് ഇവിടെ തയ്യാറായി. നമുക്കിനി നേരെ ബേക്കിങ്ങിലേക്ക് കിടക്കാം. ഒരു പാത്രം ഇതുപോലെ അടുപ്പത്ത് വെച്ച് ഒരു ബേസ് ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ചൂടാക്കാം. ഇനി കേക്ക് ഉണ്ടാക്കാനുള്ള മോൾഡ് എടുക്കാം. അതിപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധാ ഒരു സ്റ്റീൽ പാത്രമോ അലുമിനിയം പാത്രം ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ ഒരു മോൾഡ് വാങ്ങിയിട്ടുണ്ട്. മോൾഡിന് എനിക്ക് വന്നത് 80 രൂപയാണ്. ആ മോൾഡിലേക്ക് ഇതേപോലെ ബട്ടർ പേപ്പർ വാങ്ങാൻ കിട്ടും. ആ ബട്ടർ പേപ്പർ വാങ്ങിയിട്ട് ഇതുപോലെ ഓയിൽ ചേർത്ത്, അല്ലെങ്കിൽ ബട്ടർ ഓയിലോ, ഞാനിവിടെ ഓയിൽ ചേർത്തിരിക്കുന്ന ബട്ടറിന് കുറച്ച് വില കൂടുതലാണ്. ഞാൻ ഓയിൽ വാങ്ങി. ഓയിൽ സാധാ സൺഫ്ലവർ ഓയിലാണ് ഞാൻ തേച്ച് കൊടുത്തത്. സൺഫ്ലവർ ഓയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതാ ഈ ബാറ്റർ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ വീഴുന്നതിനെയാണ് റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ ഒരു ഫോമിലായിരിക്കണം ശരിക്കും നല്ലൊരു സ്പഞ്ചിന് വേണ്ടി കിട്ടേണ്ടത്. ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്കിത് ആ പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് ഒരു 35 to 45 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ബേക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിന് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളത്തിൽ 200 ഗ്രാം പഞ്ചസാര ഇട്ട് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. 45 മിനിറ്റ് കഴിഞ്ഞു. ഞാനിവിടെ തുറന്നു നോക്കുകയാണ്. അപ്പോൾ ശരിയായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഇറുക്കിൽ എന്തെങ്കിലും ചെത്തി മിനുക്കി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുത്തി നോക്കാം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം.
നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ മാത്രം നമുക്കിത് പുറത്തേക്ക് എടുക്കാം. കേക്കിൻ്റെ വേവ് കറക്റ്റാണെങ്കിൽ നമ്മൾ കമത്തുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് കത്തിയൊന്നും വെച്ച് ചെയ്യാതെ തന്നെ കയ്യിലേക്ക് നേരെ ഇങ്ങനെ പോരും. അതിനാണ് ബട്ടർ പേപ്പർ ഇട്ട് ഓയിൽ ചെയ്തത്. ഇതിപ്പോൾ വളരെ കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ബട്ടർ പേപ്പറൊക്കെ പൊളിച്ച് മാറ്റാം. ഇനി ഞാൻ ഇതിൻ്റെ ക്രീമിങ് പരിപാടിയിലേക്ക് കിടക്കുവാണ്. ഞാനിപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്തിട്ട് നമുക്കത് എടുത്തു വയ്ക്കണം, അത് വേറെ ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ എഡ്ജൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എഡ്ജ് കട്ടിങ് കഴിഞ്ഞു. ഞാനിനി ഓരോ ലെയറായിട്ട് ഇത് കട്ട് ചെയ്യുകയാണ്. നിങ്ങളുണ്ടാക്കിയ സ്പഞ്ചിൻ്റെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് 3 or 4 ലെയർ വെക്കാം. ഞാനിവിടെ 4 ലെയർ ആക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1/2 ലിറ്റർ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 150 ഗ്രാം ഐസിങ് ഷുഗർ, അതായത് ഷുഗർ പൊടിച്ചത് ചേർക്കാം ഐസിങ് ഷുഗർ ഇല്ലാത്തവർക്ക്. പിന്നെ വാനില എസൻസ് ഒരു ചെറിയ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഈ ഒരു പരുവാവുന്നവരെ, നല്ലൊരു ക്രീമി തിക്ക് ക്രീം ആവുന്നവരെ നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത ക്രീം ഞാനൊരു പാത്രത്തിലേക്ക് ഇതുപോലെ തേച്ച് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ആദ്യത്തെ അടിവശത്തെ ലെയർ എടുത്ത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് മധുരത്തിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് അതുപോലെ ഷുഗർ സിറപ്പ് എത്രയുണ്ടോ അത്രയും സോഫ്റ്റ് ആവും സ്പഞ്ച്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ മീത ക്രീം തേച്ച് കൊടുത്ത് ഇതേപോലെ എല്ലാ ലെയറും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള ക്രീം നമുക്കിതുപോലെ ഇതിൻ്റെ സൈഡിൽ മൊത്തത്തിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. നല്ല കത്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ പ്ലേറ്റൊക്കെ തിരിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ ആവുള്ളൂ. ഇനി നമുക്ക് ആ എഡ്ജിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത സ്പഞ്ചിൻ്റെ പീസസ് ഇല്ലേ, അത് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ അരിപ്പയിൽ ഇങ്ങനെ അരിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ആവശ്യമുള്ളവർക്ക് എന്തെങ്കിലും ഡെക്കറേഷനൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഫ്രൂട്ട്സ് വെക്കണമെങ്കിൽ വെക്കാം. നമുക്ക് എന്തെങ്കിലും ക്രീം അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാൻ ബാക്കിയുള്ള കുറച്ച് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലിട്ട് അതിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്തിരുന്നു. ഇതുപോലെ ആക്കി. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ റെക്കോർഡിങ്ങിൽ ഓപ്ഷനിൽ ഇടാത്തതുകൊണ്ട് എനിക്കത് പിന്നെ റീടേക്ക് ചെയ്യാൻ പറ്റിയില്ല. ഡെക്കറേഷനൊക്കെ ഒരു കേക്ക് എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.